തള്ളപ്പക്ഷിയുടെ വാത്സല്യം. ഇസ്ലാം മത പ്രവാചകനായ മുഹമ്മദ് നബിയും അനുയായികളും ഒരിക്കൽ മദീനയ്ക്ക് പുറത്തുള്ള ഒരു മണലാരണ്യത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. തലയ്ക്ക് മുകളിൽ കത്തിക്കാളുന്ന സൂര്യൻ, താഴെ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പ്. ഹോ, എന്തൊരു ചൂട്, എന്തൊരു ദാഹം! നബി തിരുമേനിയും കൂട്ടരും നെടുവീർപ്പിട്ടു. നടന്നു നടന്ന് അവരുടെ കാലുകൾ കുഴഞ്ഞു. കുറച്ചുനേരം കുത്തിയിരുന്ന് വിശ്രമിക്കാൻ പറ്റിയ ഒരിടം കാണാതെ അവർ നന്നേ വിഷമിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒട്ടും പ്രതീക്ഷിക്കാതെ അല്പനേരത്തിനുള്ളിൽ നബി തിരുമേനിയും കൂട്ടരും ഒരു മരുപ്പച്ചയിൽ എത്തിച്ചേർന്നു. തണലേകുന്ന കൊച്ചു കൊച്ചു മരങ്ങൾ, തളർച്ച നീക്കുന്ന കുളിരിളം കാറ്റ്, കൊതിപ്പിക്കുന്ന തെളിനീരരുവി, ചുറ്റിലും പൊന്തക്കാടുകൾ, അവയ്ക്കിടയിലൂടെ കുണുങ്ങിയോടുന്ന അണ്ണാറക്കണ്ണന്മാരും വെള്ളമുയലുകളും മാൻകിടാങ്ങളും, പൂക്കൾ തോറും മധുകൊണ്ട് പാറുന്ന തേൻകുരുവികളും ചിത്രശലഭങ്ങളും. ഹായ്, എന്തൊരു രസം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അരുവിയിലേക്ക് ചാടിയിറങ്ങി. കൈയും കാലും മുഖവും കഴുകി. പിന്നെ കൈക്കുടനയിൽ വെള്ളം കോരി കൊതി തീരെ കുടിച്ചു. ഹാവൂ, ആശ്വാസമായി. നബി തിരുമേനിയും കൂട്ടരും അല്ലാഹുവിന് സ്തുതി ചൊല്ലി. പ്രവാചകരും കൂട്ടരും എത്തിയിട്ടുണ്ടെന്ന വിവരമറിഞ്ഞ് ആ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടിക്കൂടി. അദ്ദേഹം അവരോട് അല്ലാഹുവിൻ്റെ വാത്സല്യത്തെക്കുറിച്ചും സഹജീവികളെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു. എല്ലാവരും കണ്ണും കാതും വിടർത്തി നിന്നാണ് അദ്ദേഹത്തിൻ്റെ വചനം കേട്ടത്. ഇതിനിടയിലാണ് കുറേ പക്ഷിക്കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കീ കീ എന്ന് കരയുന്ന ശബ്ദം നബി തിരുമേനിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എവിടെ നിന്നാണത്? അദ്ദേഹം കാതോർത്തു. തൊട്ടുമുന്നിൽ നിൽക്കുന്ന ഒരാളുടെ കയ്യിലുള്ള തുണിക്കെട്ടിനുള്ളിൽ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നതെന്ന് അദ്ദേഹം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. എവിടുന്നാണ് ആ ശബ്ദം? നബി തിരുമേനി അയാളോട് ചോദിച്ചു. ആ ശബ്ദം എൻ്റെ തുണിക്കെട്ടിനുള്ളിൽ നിന്നാണ് കേൾക്കുന്നത്, അയാൾ പറഞ്ഞു. എന്തിൻ്റെ ശബ്ദമാണത്? തിരുമേനി ആകാംക്ഷയോടെ ആരാഞ്ഞു. ഞാനൊരു വേടനാണ്. കുറ്റിക്കാടിന് നടുവിലൂടെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോഴാണ് കുറേ കിളിക്കുഞ്ഞുങ്ങൾ അമ്മയെ കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിക്കൂട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നിട്ടെന്തു ചെയ്തു? നബി തിരുമേനിക്ക് ആകാംക്ഷയായി. ഇതിനിടയിൽ അമ്മക്കിളിയും കൂടിനകത്തേക്ക് കയറിയിരുന്നു. അതോടെ എനിക്ക് സന്തോഷമായി. എല്ലാത്തിനെയും ഒന്നിച്ചു പിടികൂടി തുണിയിൽ പൊതിഞ്ഞ് ഞാനിവിടേക്ക് കൊണ്ടുപോന്നു. ഇതാ കണ്ടോളൂ. അയാൾ തുണിക്കെട്ടഴിച്ച് അമ്മ പക്ഷിയെയും കുഞ്ഞുങ്ങളെയും നബിയുടെ മുന്നിൽ വെച്ചു. തള്ളപ്പക്ഷി അപ്പോഴും തൻ്റെ കുഞ്ഞുങ്ങളെ വാത്സല്യപൂർവ്വം കൊക്കുകൊണ്ട് തഴുകുന്നത് കാണാമായിരുന്നു. ഈ തള്ളപ്പക്ഷിയുടെ വാത്സല്യം നിങ്ങൾ കാണുന്നില്ലേ? നബി തിരുമേനി അയാളോട് ചോദിച്ചു. ഉവ്വ് തിരുമേനി, കാണുന്നുണ്ട്, അയാൾ പറഞ്ഞു. ഇതുപോലെയാണ് അല്ലാഹുവും നമ്മളോട് കാണിക്കുന്ന വാത്സല്യം. അതുകൊണ്ട് ഈ അമ്മക്കിളിയെയും കുഞ്ഞുങ്ങളെയും എടുത്ത സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി വയ്ക്കുക. വേഗമാവട്ടെ. നബി തിരുമേനിയുടെ വാക്കുകൾ വേടൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. അയാൾ ആ നിമിഷം തന്നെ കിളികളെയും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. കിളിക്കൂട് യഥാസ്ഥാനത്ത് തന്നെ വെച്ചിട്ട് കുറേ സമയത്തിന് ശേഷം വേടൻ തിരിച്ചു വന്നു. അയാൾ നബിയോട് പറഞ്ഞു, പ്രവാചക, ആ അമ്മക്കിളിയും കുഞ്ഞുങ്ങളും വലിയ നന്ദിയോടെയാണ് എന്നെ യാത്രയാക്കിയത്. അതെ, ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവിയും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കേണ്ടവരാണ്. ഒന്നിനെയും പിടികൂടി നശിപ്പിക്കാൻ എനിക്കോ നിനക്കോ അധികാരമില്ല. നിന്റെ പ്രവൃത്തി മാതൃകാപരമായി. തിരുമേനി വേടനെ അഭിനന്ദിച്ചു. മേലിൽ ഒരു ജീവിയെയും ഞാൻ വേട്ടയാടുകയില്ല. അങ്ങ് വലിയൊരു പാഠമാണ് എന്നെ പഠിപ്പിച്ചത്. അങ്ങ് അല്ലാഹുവിൻ്റെ യഥാർത്ഥ ദൂതൻ തന്നെ. അയാൾ നബി തിരുമേനിയെ വണങ്ങിക്കൊണ്ട് നടന്നകന്നു.